സേവ എപ്പോഴും നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് എപ്പോഴും ഏറ്റവും ഉയർന്ന സേവ അവർ ഈശ്വരീയ കാര്യത്തിന് വേണ്ടി സഞ്ചരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്നതിനാണ് നമുക്കും കൂടി അവർക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗവത്തായിട്ടുള്ള നമുക്കും ലഭിക്കുന്നത്. അതേപോലുള്ള സേവന കർമ്മങ്ങളാണ് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലുള്ള കാര്യങ്ങൾ. തിരുവണ്ണാമലയിൽ സാധു സേവയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പം ധാരാളം ആളുകൾ സഹായിച്ചവരുണ്ട്. വളരെ വലിയ കാര്യമാണത്. നമുക്ക് പട്ടിണി ഇരിക്കുമ്പോഴേ ഭക്ഷണത്തിൻ്റെ വില അറിയുകയുള്ളൂ. അതനുഭവിച്ചാൽ അറിയാം ഭക്ഷണത്തിന് എന്തുമാത്രം നമ്മൾ ആഗ്രഹിച്ച് കഴിക്കുക എന്നുള്ളത്, ആവശ്യപ്പെട്ട് കഴിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ധാരാളം ആൾക്കാർ സഹായിച്ചവരുണ്ട്. അതൊരു സേവയാണ്. അതേപോലെ ആത്മീയപരമായി അന്വേഷിക്കുന്നവർക്ക്, തേടുന്നവർക്ക് അവർക്ക് ഉത്തരം കിട്ടുന്ന ഒരിടം നിർമ്മിക്കുന്നത് അതും ഒരു സേവനമാണ്. ഏപ്രിൽ 21 നാഗേക്ഷമ്മയുടെ പ്രതിഷ്ഠാപനവും നമ്മൾ ആത്മീയപരമായി തേടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് അവിടെ ഒരുക്കുന്നത്. പലരും പറയുന്നതിന് മുമ്പേ സഹായിച്ചവരുണ്ട്. എന്നാൽ നമുക്ക് സഹായം ധാരാളം വേണ്ടൊരു സമയമാണ് അവിടെ പണികൾ നടക്കുന്നത് കൊണ്ട്. നോക്കൂ, സേവ എന്ന് പറഞ്ഞ് വെറുതെ പറയുന്നതല്ല. ആദി ഗുരുജി ഫൗണ്ടേഷൻ ഒരു ഓൺലൈനിലോ യൂട്യൂബിലോ ഒതുങ്ങുന്നൊരു സ്ഥാപനമല്ല. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. ഇതിൽ വ്യക്തിപരമായി നിങ്ങൾ ആർക്കും പണം കൊടുക്കുകയോ അവർ വളരുകയോ ചെയ്യുന്നതല്ല. ഇതിൽ നിങ്ങൾ എന്തൊരു സേവനം എന്ന് പറയുമ്പം തന്നെ അത് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കുന്നതാണ്. അത് വ്യക്തമായി ഗവൺമെൻറ്റിനെ എല്ലാ വർഷവും ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. ഇതാരുടെയും വ്യക്തിപരമായുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഉപകരിക്കുന്നതല്ല. ഈ സ്ഥാപനം തന്നെ NGOയുടെ അണ്ടറിൽ വരുന്നൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. അതിനൊരു വിശ്വാസ്യതയുണ്ട്. നമ്മളെല്ലാം ചെയ്യുന്നതും ഇതുവരെ എൻ്റെ പ്രവർത്തനത്തിൽ ചെയ്തിട്ടുള്ളതും ആത്മീയപരമായി തേടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ്. നാഗേക്ഷമ്മയുടെ പ്രതിഷ്ഠാപനത്തിനും ധാരാളം സാമ്പത്തികപരമായി അത്യാവശ്യമുള്ള സമയമാണ്. ഉള്ളവർ കണ്ടറിഞ്ഞ് പറ്റുന്ന രീതിയിൽ സഹായിക്കുക ഞാൻ അപേക്ഷിക്കുകയാണ്. നമസ്കാരം.